ആദിലയും നൂറയും ഇവർ കേരളത്തിന് വളരെ പരിചിതരാണ്. അത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ബി ഹൗസിൽ വന്നതിന് ശേഷം അവർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറി. എന്നിട്ടും നമ്മുടെ ടിനി ടോം ചേട്ടൻ മാത്രം അവരെ അറിയാതെ പോയത് എന്തുകൊണ്ടാകും? അദ്ദേഹം ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ടാണോ? അതോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ലോകത്തിലേ ഇല്ലായിരുന്നു? ആരാടാ ഇവരൊക്കെ എന്ന് ചോദിക്കാൻ മാത്രം ബോധമില്ലാത്ത ആളായിരുന്നുവോ ഇദ്ദേഹം? ആദിലയും നൂറയും ആരാണ്? രണ്ടും മിടുക്കത്തി പെൺകുട്ടികൾ. ചെറിയ പ്രായത്തിലെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർ. ലെസ്ബിയൻ എന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സൊന്നുമല്ല, അതവരുടെ ഐഡൻറ്റിറ്റിയാണ്, അവരുടെ സ്വത്വമാണ്, അവരുടെ സൃഷ്ടി അങ്ങനെയാണ്. ഇതൊരു മാനസിക രോഗമല്ല. ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർ ബി ഹൗസിൽ വന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മക്കൾ ഇത് കണ്ട് പഠിക്കില്ലേ എന്ന്. എത്ര തെറ്റായ ചോദ്യമാണിത്. നിങ്ങൾ ആദ്യം ലെസ്ബിയനിസം എന്താണെന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് ആശങ്കപ്പെടൂ. ബി ഹൗസിൽ അവർ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നല്ല വസ്ത്രമണിഞ്ഞും നന്നായി പെരുമാറിയും 100 ദിവസങ്ങൾ തികച്ചിട്ടും ഇപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ എന്തോ പോലെ തോന്നുന്നു എങ്കിൽ നിങ്ങൾ ശാസ്ത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചാൽ നിങ്ങൾ എന്താകും ചെയ്യുക? അവരെ തെരുവിലേക്ക് ഇട്ടുകൊടുക്കുമോ? നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയേ ഉള്ളൂ. കാരണം അവർ നിങ്ങളുടെ സ്വന്തമായതുകൊണ്ട്. അവർ അവരായി ജീവിക്കുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? നമുക്ക് നമ്മളായി ജീവിക്കാൻ അവകാശമുള്ളതുപോലെ അവർക്ക് അവരായി ജീവിക്കാനും അവകാശമുണ്ട്. മനുഷ്യനായാൽ പോരാ, മനുഷ്യത്വം കൂടി വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ആരും ചോദിക്കില്ല ആരാടേ ഇവരൊക്കെ എന്ന്.